കുറച്ചുകൂടെ ക്വിക്കറാണ് മറ്റേ വണ്ടിയൊക്കെ. ക്ലച്ചാണ് നമുക്ക് വരുന്നത്. അതായത് കണ്ടില്ലേ, വളരെ എനിക്ക് ഒറ്റ വിരലിൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2025 മോഡൽ ഹോർണറ്റ് 2.0 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ 2.0 അതായത് ഹോർണറ്റിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഹെഡ്ലൈറ്റ് ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ടല്ലേ, പുതിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. നമുക്കൊരു സ്മോക്കി ഫീലാണ് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. ഈ ഒരു രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. അതേപോലെ നമുക്ക് പുതിയൊരു DRL കണ്ടില്ലേ, പുതിയൊരു DRL കിട്ടിയിട്ടുണ്ട്. നമ്മൾ പുതിയ NX200 റിവ്യൂ സമയത്തും പറഞ്ഞിരുന്ന അതേ സെറ്റപ്പാണ്. കണ്ടില്ലേ, ആ ഒരു സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയാലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് മിന്നുന്നുണ്ടെന്ന് തോന്നുന്നത്, ഇത് മിന്നുന്നില്ല, ആക്ച്വലി സ്റ്റേബിളായിട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ ക്യാമറയിൽ ഉള്ള ഒരു എഫക്റ്റ് കൊണ്ടാണ് ഇതിങ്ങനെ മിന്നി കത്തുന്നതായിട്ട് ഒരു ഹസാഡ്, നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് അപ്സാഡൊക്കെ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടില്ലേ. എന്നാൽ നമുക്കിതിന് 4 ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് 4 ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇത് 4 ഇൻഡിക്കേറ്റർ ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നേരെ നമുക്ക് ഇത് ഹസാഡ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിൽ അതുപോലുള്ള പാർക്ക് വരുന്നില്ല. നമുക്ക് നേരത്തെ ഹൈനസിലൊക്കെ ആദ്യം നമ്മൾ ഹൈനസിലാണ് ആ ഒരു സെറ്റപ്പ് കണ്ടത്. ആ ഒരു സെറ്റപ്പ് നമുക്ക് 200Xലും ഹോർണറ്റിലും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നിലവിൽ ഈ കാണുന്ന, അതായത് കീ ഓൺ ആക്കുമ്പോഴേ ഈ ഒരു ഇൻഡിക്കേറ്റർ രണ്ടും കത്തിക്കിടക്കും. അത് പേഴ്സണലി എനിക്കത്ര, നമ്മുടെ ഹൈനസ് വന്നപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഹോർണറ്റിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം 4 ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇത് വർക്കാവുന്ന പോലെ അത് എപ്പോഴും കത്തിക്കിടക്കും. പിന്നെ ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നേക്കഡ് സ്പോർട്സ് ബൈക്കാണ്. അപ്പോൾ ആ രീതിയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഒരു എയറോഡൈനാമിക് ഡിസൈൻ അടക്കം എല്ലാ രീതിയിലും ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു എഡ്ജ് കണ്ടില്ല, എയറോഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു നേക്കഡ് സ്പോർട്സിൻ്റെ ഭാഗമായിട്ടുള്ള എഡ്ജി ഫീലിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കാണാവുന്നതാണ്. ഫ്രണ്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുന്നത് നമുക്ക് ഹോർണറ്റിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്. അത് USB ഫോർക്കും കാര്യങ്ങളൊക്കെയാണ്. അത് ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നൈസായിട്ടുണ്ട്. താക്കോലൊന്ന് ഓഫ് ചെയ്യട്ടെ. അപ്പം അതൊക്കെ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. അതൊക്കെ വളരെ നൈസായിട്ടുണ്ട്. നമുക്ക് പിന്നെ പുതിയൊരു അപ്ഡേഷൻ വന്നത്, അതായത് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് മാറിയതുപോലെ തന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABSും കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ ഉള്ള ഹോർണറ്റിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABSോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. സിംഗിൾ ചാനൽ ABS ആണ് കിട്ടുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വിത്ത് ഡ്യുവൽ ചാനൽ ABS കണ്ടല്ലേ, ബാക്കിൽ ABSൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതേപോലെ അലോയ് നോക്കിയിട്ടില്ലേ, ഒരു സ്പ്ലിറ്റ് ആയിട്ട് രീതി കൊടുത്തിരുന്ന അലോയ്, അതൊക്കെ നൈസായിട്ടുണ്ട്. അതായത് ബോഡി കളറോട് ചെയ്യുന്നതിനുള്ള ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പെറ്റൽ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും പെറ്റൽ ഡിസ്ക്കാണ്. ഹീറ്റ് കുറച്ചുകൂടെ കുറയ്ക്കാനുള്ളത്. ABSൻ്റെ ആ ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അതേപോലെ നമുക്ക് ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 110, 70, 17ൻ്റെയാണ് ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ NX200 ഞാൻ പറഞ്ഞ പോലെ ഓഫ് റോഡ് ടയർ അല്ല, നമുക്ക് നോർമലായിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു നേക്കഡ് സ്പോർട്സ് ആയതുകൊണ്ട് ആ രീതിയിലുള്ള സെറ്റപ്പാണ് ടയറിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബോഡി കളറിനോട് ചേരുന്നുള്ള രീതിയിലുള്ള മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. പ്ലാസ്റ്റിക് ആണ് ക്വാളിറ്റി. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. ഇത് ഹോണ്ടയുടെ വാഹനമായതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആ ലെവലിൽ, ആ സെറ്റപ്പ് തന്നെ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. അതേപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടാങ്കിൽ ഹോണ്ട എന്നുള്ള ബാഡ്ജിങ് ഈ ബ്ലൂ കളർ, അതായത് ഈ ഒരു പുതിയ കളറാണ് ഇതിനോട് ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ ബോഡി കളർ കണ്ടില്ലേ, ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, എല്ലാം ഒരു എഡ്ജി ഫീലിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ടാങ്കിൻ്റെ ആ ഒരു കൗൾ പീസിലാണ് ഈ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത്. അത് മൽഗാർഡ് വരുന്നു, നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ വരുന്നു, ബാക്കിലെ കൗൾ പീസിലും വരുന്നുണ്ട്. ടാങ്ക് നമുക്ക് വരുന്നത് ബ്ലാക്ക് കളറിലാണ്. അതേപോലെ ഹോർണറ്റ് 2.0 എന്ന് എഴുതിയ ആ ഒരു ബാഡ്ജിങ്, അതായത് ബാഡ്ജിങ് അല്ല സ്റ്റിക്കറാണ് വരുന്നത്. 2.0 ഇവിടെ കാണാം, കണ്ടില്ലേ, ഹോർണറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് കാണാം. പുതിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിന് ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഷോ ആണ്, എയറോഡൈനാമിക് ഡിസൈൻ രീതിയിൽ ഒരു ഷോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. കാരണം ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്, മെറ്റൽ അല്ല. അപ്പം അങ്ങനെ ഷോയ്ക്ക് കൊടുത്തിരിക്കുന്നു. എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 184.4 cc എഞ്ചിനാണ് ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ്. നമുക്കിതിൽ സ്ട്രിപ്പർ ക്ലച്ചൂടെ വരുന്നുണ്ട്. ഗിയറും ക്ലച്ചും ഒക്കെ അടിപൊളിയാണ്. ഗിയറൊക്കെ ഷൂട്ട് ചെയ്യാൻ സൂപ്പറാണ്, ഒരു രക്ഷയില്ല. അതായത് നമുക്ക് നോർമലി നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയെക്കാട്ടിൽ ഒരുപാട് ബെറ്ററാണ് ഇപ്പോഴത്തെ ക്ലച്ചും ഗിയർ ബോക്സും ഒക്കെ. അതേപോലെ സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട് ബാക്കിലെ. അതായത് റൈഡറിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക്
ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് റബ്ബറിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ തൊള്ളായാലും ആ ഗ്രിപ്പി ഫീല്, ആ ഒരു പ്രീമിയം ഫീല് നമുക്ക് കണ്ടില്ലേ, ടിക് ടിക് സൗണ്ട്. സാരി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പുതിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോർക്കാണ് കിട്ടുന്നതെങ്കിൽ ബാക്കിലായിട്ട് നമുക്ക് ഈ കാണുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്കാണ് കിട്ടുന്നത്. റൈഡിങ്ങിന് ഒരു സ്റ്റെബിലിറ്റിക്കും കാര്യങ്ങൾക്ക് വേണ്ടി മോണോഷോക്ക് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് പ്രീ ലോഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. ബാക്കിൽ ഈ പറഞ്ഞ പോലെ ചെയിൻ ഹാഫ് കവറിങ്ങോട് വരുന്ന ചെയിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നേരത്തെ നമ്മൾ കണ്ട വണ്ടിയിൽ അതേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെയിലൈറ്റ്, ഓൾ LED സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ടെയിലൈറ്റ് കണ്ടില്ലേ, ഞാൻ ആ ഒരു NX2 വണ്ടിയിലൊക്കെ പറഞ്ഞാൽ പഴയ CB200X ആയാലും ഹോർണറ്റിനൊക്കെ വരുന്ന ഈ ഒരു X ഷേപ്പിലാണ് അത് ഇതിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ LED ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലൈറ്റ് LED, അതുകൊണ്ടാണ് ഇതിനെ ഓൾ LED ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സൈഡൊക്കെ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ടയർ നോക്കി കഴിഞ്ഞാൽ വീതി കൂടിയ ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 140/70 ടയറാണ് ബാക്കിൽ വരുന്നത്. അതല്ലേ നൈസായിട്ട് ഇരിക്കുന്നു. MRFൻ്റെ ടയറാണ്. ബാക്കിലാണ് പെട്രോൾ ഡിസ്കാണ് നമ്മൾ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ളത്. ABSൻ്റെ ഇതും കാണാം. സൈലൻസറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഹോർണറ്റിലൊക്കെ കണ്ട സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. സൗണ്ട് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. അതൊക്കെ വളരെ നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ടില്ലേ ബ്രേക്ക് പെഡലൊക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈലൻസർ കുറച്ചുകൂടെ ഷോർട്ടർ സൈലൻസറാണ്. നോർമലുള്ള വണ്ടിയെക്കാട്ടിൽ ഒത്തിരി ബാക്കിലോട്ട് നീണ്ടുനിരിപ്പില്ല, കുറച്ച് ഷോർട്ടറായിട്ടുള്ള ആ ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ സൈഡിലും ആ ഒരു ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഒരു ഡ്യുവൽ സീറ്റ്, അതായത് സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. റൈഡറിന് ഒരുപാട് കംഫർട്ട് തരുന്ന രീതിയിലാണ് ഈ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ പില്ലിൻ്റെ കാര്യത്തിൽ മാത്രം ഇത് കണ്ടില്ലേ ചെറിയൊരു ആട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എല്ലാ ഹോർണറ്റും, അതായത് CB200X പഴയ മോഡൽ എല്ലാ വണ്ടിക്കും ഈ ഒരു രീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ടാങ്കിലാണ് നമുക്ക് ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ലേ ഇതിൻ്റെ കീ കാര്യം പറയുമ്പം ഞാൻ ഇതിൽ NX200 പറഞ്ഞ പോലെ തന്നെ ഒരു നോർമലായിട്ടുള്ള നമ്മൾ ഷൈനൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് കിട്ടുന്ന സെയിം കീ തന്നെയാണ് വരുന്നത്. ഇഗ്നിഷൻ വരുന്നത് ടാങ്കിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് അതൊരു സ്പോർട്ടിനെസ് കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. ടാങ്ക് 12 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അതൊരു രീതി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ ഒരു കാർബൺ ഫൈബർ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൂടുതൽ അട്രാക്ഷനും ഒരു സ്പോർട്ടി ലുക്കും ആക്കിയിട്ടുണ്ട്. മീറ്റർ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു അപ്ഡേഷനാണ്. നേരത്തെ ഉള്ള മീറ്റർ എന്ന് പറയുന്നത് സാധാരണ ഒരു ഡിജിറ്റൽ മീറ്റർ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് TFT മീറ്റർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വിത്ത് ട്രാക്ഷൻ കൺട്രോളർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡ്യുവൽ ചാനൽ ABSൻ്റെ ഇത് അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ഉള്ള അത് ഇപ്പം നമുക്ക് നിലവിൽ ഇതൊരു വാല്യൂ ഫോർ മണിയാണെന്ന് പറയാൻ പറ്റും. ഏകദേശം ഒരു 1,80,000 അല്ലെങ്കിൽ 1,90,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റിയ ഈ ഒരു വണ്ടിക്ക് ഇപ്പം നിലവിൽ ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോളർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. സ്വിച്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റ്, ഡിമ്മ്, പാസ്, ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് എൻ്റർ, ബാക്ക്, അപ്പ്, ഡൗൺ, ഇൻഡിക്കേറ്റർ, ഹോൺ, ഡീസൻ്റ് ആയിട്ടൊരു ഹോണാണ്. ഈ സൈഡിലായിട്ട് നമുക്ക് എൻജിൻ കിൽ സ്വിച്ച്, ഹെസാഡ്, സ്റ്റാർട്ട് സ്വിച്ച്, ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ മീറ്ററിൽ ടച്ച് സ്ക്രീൻ ഒന്നും അല്ല കേട്ടോ, സാധാ TFT മീറ്ററാണ്. ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഗിയർ പൊസിഷന്, പെട്രോളിൻ്റെ വാണിങ്, ട്രിപ്പ് A, ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് A, ട്രിപ്പ് B, ടോട്ടൽ കിലോമീറ്റർ, ലൈവ് മൈലേജ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിരിക്കുന്നു. RPM, എക്കോ, പിന്നെ ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത്, അതായത് ഹോണ്ടയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഹോണ്ട റോഡ് സിംഗ് ആപ്പ് എന്ന് പറയുന്നത്. അതെടുക്കുവാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് നമുക്കിതിൽ നാവിഗേഷന്, കോള്, SMS, മ്യൂസിക് അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നൂതനമായിട്ടൊരു മീറ്ററാണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ ABSൻ്റെ വാണിങ്, ട്രാക്ഷൻ കൺട്രോളർ, ന്യൂട്രൽ, ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിത്ത് ഈ ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സ്വിച്ചബിളാണ്. അത് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഈ സ്വിച്ചിൽ റൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫ്യൂവലിൻ്റെ ഒരു ഇതാണ് വരുന്നത്. അത് ഇതിലേക്ക് വരാം. നമുക്ക് നേരെ സെറ്റിങ്സ് കയറി കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ HSTC എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോളാണ്. അത് നമുക്ക് ഈ ഒരു സ്വിച്ചിൽ ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ കണ്ടില്ലേ ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ ഓഫ് ആയെന്നുള്ള അതിൻ്റെ ഒരു വാണിംഗ് ആണ്. ആ സെയിം തന്നെ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓണായി. അപ്പോൾ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ABS സ്വിച്ചബിളല്ല, ABS നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം കണ്ട ആ ഒരു പെട്രോളിൻ്റെ കയറി കഴിഞ്ഞാൽ ഫ്യൂവൽ റേഞ്ച് എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഈ സൈഡിൽ ഫ്യൂവലിൻ്റെ വാണിംഗ് ആണ്. അത് നമ്മൾ താഴോട്ട് ഇടുവാണെങ്കിൽ ഇവിടെ റേഞ്ച് ആയി. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 12 ലിറ്ററിനകത്ത് അടിക്കുന്ന പെട്രോളും കൊണ്ട് എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു റേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണിക്കാൻ പോകുന്നത്. അതുപോലെ ബാക്ക് ഇറങ്ങി നമ്മൾ സെറ്റിങ്സിനകത്ത് കയറുവാണെങ്കിൽ
ഫങ്ഷൻ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുണ്ട്. അതേപോലെ ജനറലിനകത്ത് വന്നാൽ ബ്ലൂടൂത്ത് പെയറിംഗ് ഉണ്ടല്ലേ, ബ്ലൂടൂത്ത് പെയറിംഗ് നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും, അതായത് കോള്, SMS, നാവിഗേഷന്, മ്യൂസിക് കൺട്രോൾ, അങ്ങനെയുള്ള നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്ററിൽ. അതേപോലെ നമുക്ക് ഇവിടെ ഫേവറേറ്റ് ഇൻഫർമേഷൻ അത് കയറിക്കാൻ ടോട്ടൽ കിലോമീറ്റർ, ഇൻസ്റ്റൻറ്റ് മൈലേജ്, ട്രിപ്പ് എക്ക് കിട്ടുന്ന ലൈവ് മൈലേജ്, ട്രിപ്പ് എയുടെ ആവറേജ് മൈലേജ്, ട്രിപ്പ് ബി അങ്ങനെ ആവറേജ് സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനവധി കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു TFT മീറ്ററാണ് ഇപ്പം നിലവിൽ കൊടുത്തിരിക്കുന്നത്. അതാണിപ്പം ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ, മീറ്ററിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ. നമുക്കതിൻ്റെ എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് 184.4 cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പവർ നോക്കിക്കഴിഞ്ഞാൽ 17 bhp ആയിട്ട് 8500 RPM. ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 15.9 Nm 6000 RPM-ലുമാണ് ടോർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 12 ലിറ്ററിൻ്റെയാണ് ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊരു സ്പോർട്സ് കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണ്. നേക്കഡ് സ്പോർട്സ് വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്വിക്കറാണ് വണ്ടി. അപ്പോൾ ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ പവേർഡ് അല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഇതിൽ ധൈര്യമായിട്ട് നമുക്ക് വരാം, ധൈര്യമായിട്ട് എടുത്തിട്ട് ഓടിക്കാം. ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം ഒരു ഓവറായിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ നമുക്ക് സ്കൂട്ടർ മാത്രമേ ഓടിക്കാൻ അറിയുള്ളൂ എന്നിട്ട് ഇതിലോട്ട് കയറാൻ നിൽക്കണ്ട. കാരണം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും. എന്നാലും ഒരു ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഹോണ്ട ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹോണ്ടയുടെ വണ്ടിയാണ്. എഞ്ചിൻ ക്വാളിറ്റി ആയാലും ബിൽഡ് ക്വാളിറ്റി ആയാലും റിഫൈൻമെൻറ്റ് കാര്യത്തിലും ടോപ്പ് നോച്ചാണ് വണ്ടി നിൽക്കുന്നത്. അപ്പം ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഒന്നുകൂടെ പറയാം. നമുക്ക് ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് TFT മീറ്റർ കിട്ടുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മൊബൈൽ ചാർജർ. മൊബൈലിന് സീപോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ഇവിടാണ്, കണ്ടില്ലേ, ഇവിടായിട്ടാണ് അത് ഒളിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ മൊബൈലൊക്കെ ഒരു ഹോൾഡറൊക്കെ ഫാനിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിലായിട്ട് സീപോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, കണ്ടില്ലേ. ഈ രീതിയിൽ ഇവിടായിട്ട് ഹൈഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ആ ഒരു സീപോർട്ട് വെച്ചിരിക്കുന്നത്. പഴയ വണ്ടികൾക്ക്, അതായത് നേരത്തെ ഉള്ള 2025 മോഡൽ വണ്ടിക്കല്ല ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതിൽ മൊബൈൽ ചാർജറും അപ്ഡേഷൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഏറ്റവും പുതിയ 2025 മോഡൽ ഹോർനെറ്റ് 2.0 ആണ്. അപ്പം കുറേ അധികം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം. ഇതൊരു നേക്കഡ് സ്പോർട്സ് കാറ്റഗറിയിൽ പെടുന്ന വാഹനമായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ, അതായത് നമ്മുടെ ഏറ്റവും പുതിയ NX200 നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം എഞ്ചിനാണ്, പക്ഷേ ഒരുപാട് വ്യത്യാസങ്ങൾ. പവറിലൊക്കെ സെയിം ആണ് എങ്കിൽ പോലും നമുക്കിതിൽ ഓടിക്കാനുള്ള ആ ഒരു ഇത്, കാരണം നേക്കഡ് സ്പോർട്സ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ക്വിക്കറാണ് മറ്റേ വണ്ടിയെക്കാട്ടും, അതായത് NX200-നെക്കാട്ടും. നേരത്തെ തന്നെ നമുക്ക് CB200X എന്ന് പറയുമായിരുന്നു. അപ്പം കട്ടറൊക്കെ ഓടിച്ച് ആട് ഷോക്കാണ്, ഫ്രണ്ടായാലും ബാക്കായാലും. അത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ നമുക്ക് ആ ഒരു ഹാർഡ്നെസ് നമുക്ക് ഹാൻഡിലെ ഫീൽ ചെയ്യുന്നില്ല. അതൊരു നല്ല കാര്യം തന്നെയാണ്. കുറച്ച് ഞാൻ CB200X, അതായത് NX400-ന്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു സ്മൂത്ത് ഇൻട്രസ്റ്റോന്ന് പറയുന്നത് ക്ലച്ച്, സൂപ്പർ ക്ലച്ചാണ് നമുക്ക് വരുന്നത്. അതായത് കണ്ടില്ലേ, വളരെ എനിക്ക് ഒറ്റ വിരലിൽ നമുക്ക് ക്ലച്ച് യൂസ് ചെയ്യാം. വണ്ടി ഓടിക്കാൻ ഹോണ്ടയുടെ എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് ആണ്, സ്മൂത്ത് ആണ്. വൈബ്രേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല. CB200X-ൻ്റെ കാര്യം, അതായത് NX200 എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചെറിയൊരു വൈബ്രേഷൻ, കാരണം ബോഡിയുടെ വൈബ്രേഷൻ എന്തായാലും ഫീൽ ചെയ്യും. ഈ ഒരു വണ്ടിയുടെ കാര്യം അത്രയ്ക്കുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുറച്ചുകൂടെ ക്വിക്കറാണ് വണ്ടി. ഹാൻഡിൽ ബാറിൻ്റെ ഉയർന്ന പൊസിഷൻ ഇത് വരുന്നില്ല. ഇതൊരു വൈഡായിട്ടുള്ള ഒരു പക്ക ഒരു എന്താ പറയണ്ടേ, ഒരു സ്പോർട്ടി രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ക്വിക്കറായിട്ടുള്ള റൈഡൊക്കെ ഉണ്ടല്ലോ, നമുക്ക് സിറ്റി ടു സിറ്റി ഒക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ക്വിക്കറായിട്ട് പല സമയത്ത് ഓടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മിനിയൂർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഹാൻഡിൽ ബാർ സെറ്റ് അടിപൊളിയാണ്. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ കോന്നലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി വാങ്ങുവാനോ ടെസ്റ്റ് ഡ്രൈവാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള അവസരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. ഇനിയും ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.